അപ്പോൾ ഇത് നമ്മുടെ സിക്കിം പാർട്ട് 2 ആണ്. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ബഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്നും ഗാങ്ടോക്ക് വരെയുള്ള ട്രിപ്പായിരുന്നു നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ബഗ്ഡോഗ്ര എയർപോർട്ടിൽ നിന്നും ഏകദേശം 5 മുതൽ 6 മണിക്കൂർ വരെ എടുക്കാം ഗാങ്ടോക്ക് വരെ. അപ്പം ഞങ്ങൾ ഇന്നലെ ഗാങ്ടോക്കിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗാങ്ടോക്കിൽ നിന്നും നാതുല പാസ് എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് പോകുന്നത്. അതെന്ന് വെച്ചാൽ ഇന്ത്യ ചൈന ബോർഡറാണ്. അപ്പം അവിടെ വരെ ഏകദേശം 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് ആ മാപ്പിൽ കാണാൻ സാധിക്കും. നാതുല പാസ് വരെ, ഗാങ്ടോക്കിൽ നിന്നും നാതുല പാസ് വരെ 1.5 മണിക്കൂർ. അപ്പോൾ ഈ നാതുല പാസിലോട്ട് പോകുന്ന വഴി തന്നെയാണ് സോങ്മോ ലേക്കും അതുപോലെ ബാബ ഹർഭജൻ സിംഗ് മന്ദിറും. അപ്പം ഈ 3 സ്ഥലങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അങ്ങനെ ജോനു നമ്മുടെ സെക്കൻഡ് ഡേ തുടങ്ങുകയാണ്. അല്ല ജോനു, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ രാത്രി? ജോനു തണുത്ത് അല്ല ജോനു? നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ കിടക്കുന്നതിൻ്റെ അവിടെ ഇവിടെയായിരുന്നു ഞങ്ങൾ നില കിടന്നത്. അപ്പം ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഡോറിൻ്റെ ഇടയ്ക്ക്. അപ്പം നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നു. തണുത്തിട്ട് എൻ്റെ പൊന്നെ, തണുത്ത് നല്ല തണുപ്പായിരുന്നു. തണുത്ത് എന്താ പറയുന്നത്, നമ്മുടെ ദിലീപിൻ്റെ ഒക്കെ അവസ്ഥയില്ലായിരുന്നു മറ്റേ കുബേരൻ്റെ അകത്ത്, അതുപോലെയായിരുന്നു എന്നെ കണ്ട. ഞാനാണെങ്കിൽ മറ്റേ തൊപ്പിയും ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത്. ഇവന് ഭയങ്കര മുഷിട്ടായിരുന്നു. ഇവന് തണുപ്പൊന്നും പറ്റുന്നില്ലല്ലോ, അതിൻ്റെ ആയിരിക്കും. ഇങ്ങനെ തൊപ്പിയും മഫ്ലറും എല്ലാം കൂടെ വെച്ചിട്ട് എൻ്റെ പൊന്നോ. പിന്നെ എനിക്ക് തുമ്മി നല്ലൊരു ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ 3 മണിയായപ്പോഴാണ് ഇങ്ങനെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഇവിടെ അപ്പുറത്തെ മുറിയിൽ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ നല്ല വാമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ മുറിയിലേക്ക് ഞങ്ങൾ ഷിഫ്റ്റായി. അവിടെ ചെന്നപ്പോൾ നല്ല വാമായിരുന്നു കേട്ടോ. വാമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഇതുപോലെ ഇങ്ങനെ കാറ്റടിക്കുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആ മുറിയിലാണ് നല്ല കിടന്നുറങ്ങിയത്. പിന്നെ ജോനു നല്ലതായിട്ട് കിടന്നുറങ്ങി. ജോനുവിന് തണുപ്പ് പറ്റുന്നില്ലാന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഇന്നത്തെ യാത്ര നമുക്ക് നോക്കാം. അങ്ങനെ ജോനക്കുട്ടനും മൗണ്ടൻസ് കണ്ടല്ലേ ജോനു? മൗണ്ടൻ എന്തി? മൗണ്ടൻ ഇനി ജോനു മൗണ്ടൻ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡേ ആണ്, അതായത് ഈ സിക്കിമിലേക്ക് ഞാൻ പോയ ട്രിപ്പിൽ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിവസം കൂടെയാണ് ഇന്ന്. അതായത് ഇന്ന് സ്നോഫോളിലൊക്കെ കാണാനായിട്ട് സാധിച്ചു. അതുപോലെ എനിക്ക് മഞ്ഞത്തൊക്കെ കളിക്കാനായിട്ട് എൻ്റെ ഫസ്റ്റ് സ്നോഫോൾ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു